ഹലോ ഗായ്സ്, എൻ്റെ പുതിയ ചാനലിലെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തായാലും റാങ്ക് പുഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഗെയിം പ്ലേയുടെ സ്ക്രീൻ റെക്കോർഡ് എടുത്താലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ എന്തായാലും അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കില്ല് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, മറന്നുപോയി. അപ്പോൾ പെട്ടെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയപ്പോഴത്തേക്ക് വെളിയിലിറങ്ങിയിട്ട് കുറച്ചൊന്ന് കറങ്ങിയപ്പോഴത്തേക്ക് അടുത്ത എനിമീനെ കണ്ടിട്ടുണ്ട്. നമുക്ക് അവനെ എന്തായാലും സ്പോട്ട് ചെയ്ത് അടിക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും അവനിപ്പോൾ ഇറങ്ങിയതുള്ളൂ, ലൂട്ടൊന്നും കിട്ടി കാണത്തില്ല. നൈസായിട്ട് അവനെ പോയി പറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാം. എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാണും, മെഡിക്കറ്റോ വല്ലതും കാണും. അവനെ പറിക്കാനുള്ള പോക്കാണ്. എനിക്ക് ഈ പാരഫിൽ ഇഷ്ടമേ അല്ല. എന്തായാലും പാരഫിലിസ്റ്റ് കളിച്ചേ പറ്റൂ. ഇപ്പോൾ കയ്യിലില്ല. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് SKസും മാഗോ അല്ലെങ്കിൽ M10 ആണ്. ഇത് ഇച്ചിരി കൂടെ പവർ ഇരിക്കുന്ന ഇതാണ്. അവയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പവർ കിട്ടുന്ന രണ്ടും അടിപൊളി കാണാം. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഈ വീട്ടിൽ പച്ച വീട്ടിൽ നോക്കിയിട്ട് തന്നെ കുറേ കുത്തി പിടിച്ചു. ഡ്രാഗ് കയറാൻ ഭയങ്കര പാടാണ്. ഒന്നും കുത്തി പിടിച്ച് അവൻ എങ്ങനെ ഇല്ലാണ്ടായിട്ടുണ്ട്. അവനെ കൊന്നു പോയിട്ടുണ്ട്. അവനിനി റിവെഞ്ച് എടുക്കാൻ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അവൻ്റെ നമുക്ക് വേണ്ട ഗണ്ണൊന്നുമില്ല. പിന്നെ കുറച്ച് ആമോയും SMGയും കുറച്ച് മെഡിക്കറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തൂത്ത് വാരി എടുത്തിട്ട് മെഡിക്കറ്റൊക്കെ നമ്മൾ ഫുള്ളാക്കി. നമുക്കവൻ കുറച്ച് ഡാമേജ് തന്നിട്ടില്ലായിരുന്നു, അത് മൊത്തം ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആരെങ്കിലും വന്ന അവന്മാരെ അടിക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഗൺ കോംബോ എപ്പോഴും സെറ്റായിട്ടില്ല. നമുക്ക് കുറച്ച് ചിപ്പൊക്കെ എടുത്ത് നമുക്കൊന്ന് ഹാർസൺ തുറന്നാൽ ഗണ്ണ് അവയ്ക്കാനുള്ള ചിപ്പ് കിട്ടും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ പവറാക്കാം. ഏത് ഗണ്ണായാലും ഇച്ചിരി അവയ്ക്ക് ചെയ്ത് ഇച്ചിരി കൂടെ പവർ കിട്ടും. ഇല്ലെങ്കിൽ ഇച്ചിരി പാടാണ്. അവന്മാരുടെ അവയ്ക്ക് ചെയ്ത് ഗണ്ണാണെങ്കിൽ നമ്മളടിച്ച് തൂഫാനാക്കും, എങ്ങനെ എനിമിയുടെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മളെ ഫസ്റ്റിലേ പോയിട്ട് ഹാർസണിനെ ലൂട്ടിയിട്ട് ഫസ്റ്റിലേ അവയ്ക്ക് ചെയ്യുക ഗണ്ണെടുത്ത്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ പവർ കിട്ടും. ഫസ്റ്റ് ഞാൻ നോക്കുന്നത് വെച്ചാൽ മാഗോ M10 SKസോ. അപ്പോൾ നിങ്ങൾ ഏത് ക്യാരക്ടർ അബിലിറ്റിയാണ് ഫ്രീ ഫയറിൽ യൂസ് ചെയ്ത് BR പുഷ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നിലവിലിപ്പോൾ യൂസ് ചെയ്യുന്നത് മോർസാണ്. മോർസ് എനിക്കിഷ്ടമാണ്. കാരണം എനിമിയുടെയൊക്കെ കീഴിൽ നിന്ന് അത്യാവശ്യം വലിയൊരു ഫൈറ്റ് നടക്കുവാണെങ്കിൽ ആ എനിമിയുടെ കീഴിൽ നിന്ന് എസ്കേപ്പ് അടിക്കാനുള്ള പറ്റിയൊരു ക്യാരക്ടർ മോർസാണ്. പക്ഷേ ചിലവന്മാരുണ്ട് മോർസ് അങ്ങോട്ടും തിരിച്ചാൽ മതി, അവന്മാർക്ക് കാണാൻ പറ്റും ഒരുമാതിരി കഴിയൻ്റെ കണ്ണുള്ളവന്മാരന്മാർ. എന്തായാലും മഞ്ഞപ്പെട്ടിയൊക്കെ ലൂട്ടിയപ്പോഴത്തേക്ക് അതിനകത്തും കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് വേണ്ടതൊന്നുമില്ല ഗൈസ്. എങ്ങനെയായാലും നമുക്ക് വേണ്ട രണ്ട് കണ്ണുണ്ടല്ലോ, SKസും ഞാൻ പറഞ്ഞ പോലെ തന്നെ M10. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ മാച്ച് പവറാക്കാമെന്നുള്ളൊരു ഊഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മാക്സിമം ചിപ്പ് എടുക്കുക, ഹാർസണിൽ ലൂട്ടുക. ഹാർസണിൽ ലൂട്ടാൻ 1000 ചിപ്പ് കൊണ്ട് മതി. അത് ഇനിയിപ്പോൾ എടുത്തിട്ട് ഗണ്ണ വയ്ക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. നിലവിലിപ്പോൾ വേറെ ആരെയും കണ്ടിട്ടില്ല. ആരെങ്കിലും കാണുവാണെങ്കിൽ അടിക്കാമെന്ന് പറഞ്ഞുള്ളൊരു പ്രിപ്പറേഷനിലാണ് ഗണ്ണൊക്കെ എടുത്ത് പോകുന്നത്. ഈ കുതിര എടുത്ത് കളിക്കുന്നത് ഭയങ്കര മേനയാണ്, ഓടിക്കാൻ അറിയത്തില്ല, ഭയങ്കര പാടാക്കും. ചിലവന്മാരുണ്ട് കുതിരയിൽ എക്സ്പേർട്ടായിപ്പോൾ വന്നതേ ഉള്ളൂ കുതിര, അന്നേരത്തേക്ക് അവന്മാരിതിൽ പ്രാക്ടീസ് ചെയ്ത് കില്ലാടിയാക്കി വെച്ചിട്ടുണ്ട്. നിശ ക്യാരക്ടർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, നമുക്ക് അവന്മാരെ തൊടാൻ പോലും പറ്റത്തില്ല. അവന്മാർ മാക്സിമം കില്ലെടുക്കും, തൂത്തുവാരും. ആ മാപ്പിലെ മിക്കവാറും 3/4 പേര് അവന്മാർ തന്നെ ആയിരിക്കും അടിച്ച് തൂക്കാനാക്കുന്നത്. അപ്പോൾ ഹാർസണിൽ പറഞ്ഞപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട സാധനം കിട്ടിപ്പോയി. നമുക്ക് വേണ്ട സാധനം കിട്ടിപ്പോയി, M10 കിട്ടിപ്പോയി. വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കിയപ്പോൾ AW ഞാൻ എടുത്ത് കളിക്കാറേ ഇല്ല, ബട്ട് പലപ്പോഴൊക്കെ എടുത്ത് കളിക്കും. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. AW ഇട്ടിപ്പോൾ റൂമൊക്കെ കളിച്ചുമ്പോൾ ഇതിട്ട് കളിച്ച് കഴിഞ്ഞാൽ AW ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ വലിയ സീനില്ലെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന AW കൂടെ നമുക്ക് വശത്താക്കി വെക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. സ്നൈപ്പർ പ്ലേയേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എവിടുന്നോ ഒരടി പൊട്ടി നമുക്ക് പുറകെ നിന്ന് തന്നെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. മോർസ് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റി, ഇല്ലെങ്കിൽ തേഞ്ഞാനെ. അതുപോലെ ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ മോർസ് ഭയങ്കര ആവശ്യമായിരിക്കും. പറഞ്ഞുകൊണ്ടിരിക്കും താഴെ നടിക്കും. മേളിൽ നമ്മളൊരു ഫൈറ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഇരിക്കാൻ വേണ്ടി അവൻ താഴെ നടിച്ചാണ്. പക്ഷെ കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്ലൂ ഇടാൻ പറ്റി. ഗ്ലൂ ഇല്ലാതെ നമ്മൾ തേഞ്ഞാനെ. മേളിലും അവനുണ്ട്, താഴെ നമുക്ക് റിസ്ക്കാണ്. നീടൊക്കെ വാരിപ്പറക്കി എറിയുന്നുണ്ട്. വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. മാക്സിമം ഒന്ന് ഹൈഡ് ചെയ്തിരുന്ന് ആരെങ്കിലും ഒന്ന് തല്ലിച്ചത്തായിരുന്നെങ്കിൽ നമുക്ക് പോകാമെന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത്. ആരോ ചത്തിട്ടുള്ളത് താഴെയുള്ളവനാണോന്ന് അറിയത്തില്ല, മേളിലുള്ളവൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമുക്ക് അടിക്കാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല. മോർ സോണാണ്ട് തന്നെ ഞാൻ നൈസായിട്ടൊന്ന് വലിയെന്ന് വിചാരിച്ചു. അത് അവനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. നമുക്ക് അടി പൊട്ടി. അവൻ നമ്മളെങ്ങനെ വിടാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. നല്ല ഡാമേജ് മിക്കവാറും തരും. AW ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല, അറിയത്തില്ല എനിക്ക് അങ്ങോട്ട്. AW വശമായിട്ടില്ല. അപ്പോൾ ഇനി താഴെയുള്ളവൻ്റെ ഒന്നും അടിയിട്ടായിരിക്കണം, അവനും നമ്മൾ അടിച്ച പോലെ ആയിരിക്കണം. നൈസായിട്ട് എസ്കേപ്പ് അടിക്കണമെന്നുമുണ്ട്, പക്ഷെ മോർസ് ഓണായിട്ടില്ല, അതാണ്. പക്ഷേ നമുക്ക് മോർസ് പെട്ടെന്ന് തന്നെ ഓണാകും. കാരണം വെച്ചാൽ ഇതിന് സ്പെഷ്യൽ എബിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റീലോഡ് ടൈം
കുറവായിരിക്കും മറ്റേ എബിലിറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ. നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് എസ്കേപ്പ് അടിക്കാം. അപ്പോൾ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ വണ്ടിയിൽ വന്നിറങ്ങി ഗൈസ്. നമ്മളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. നൈസായിട്ട് വലിയ നോക്കുവാണ്. പക്ഷേ നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 150 കൊടുത്തു. നൈസായിട്ടൊന്ന് കയറി റഷ് ചെയ്തടിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. നേടൊക്കെ ഉള്ളത് വാരി പറക്കി കയറുകയാണ്. നൈസായിട്ട് കയറി നോക്കാം, വല്ല കിട്ടിയല്ലേ ചട്ടി. ഒരു 300. അപ്പോൾ അതാണ് ഏട്ടമണിന് അവയ്ക്കുന്നത് നല്ല പവറാണ്. ഒരു 300-200 സംതിങ് ഒക്കെ കയറി കൊടുക്കും. ഒറ്റടിക്ക് എനിക്കായി. നൈസായിട്ട് അവിടെ നിന്ന് വലിയ നോക്കിയപ്പോഴാണ് ഒരു വണ്ടിയിൽ ഒരു കുട്ടിയെത്തുന്നത്. ജീപ്പ് പണ്ടൻ ജീപ്പ് എടുത്തുകൊണ്ട് നമ്മുടെ അത് കിട്ടും. ഒന്ന് പോലും കയറിയില്ല ഗൈസ്. കാര്യമില്ല. കുറേയും പിന്നെ അടി വരുന്നു. മോർച്ചുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ ഇതിനകത്തൊരു കുതിര പ്ലെയർ ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ശരിക്കും കുതിര എടുത്ത് കളിക്കുന്നവർക്ക് കുറച്ച് തന്ത്രങ്ങൾ അറിയാം. നമ്മൾ നല്ലതായിട്ട് നമ്മൾ അടിച്ചു വന്നിട്ടുണ്ട്. നല്ല റിവെഞ്ച് എടുക്കാം, പറ്റിയ റിവെഞ്ച് എടുക്കാം. ഞാൻ തോന്നുന്നു ഡ്രോപ്പിൽ ഉൾക്കൊണ്ട് നമുക്ക് ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്. കയറാവനായിരിക്കും. ആ കുതിരയിലാണ് അവൻ വന്നത്. കയറാവനായിരിക്കാനാണ് ചാൻസ് കൂടുതലും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മെഡിക്കറ്റ് അടിച്ച് ഫില്ലാക്കിയിട്ട് പോകണം. ഒരുത്തൻ നമ്മളെ സൈഡിൽ കൂടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവന് നമ്മളെ കൊടുക്കാതിരിക്കാൻ നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് അടിച്ചോണം. കാരണം സോണ് ശൃംഖാവുന്നുണ്ട്. സോണിൽ കിടന്ന് ചാവാൻ താല്പര്യമില്ല. വരുന്നതിന് മുമ്പ് നമുക്ക് എസ്കേപ്പ് അടിക്കണം. ബാക്കിൽ രണ്ട് പേരെ കണ്ടുണ്ട്. ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തക്ക നോക്കി നമുക്കങ്ങ് വിട്ടേക്കാമെന്ന് വിചാരിച്ച്. നൈസായിട്ട് ലൂട്ടൊന്നും ഇല്ല, അതാണ് മെയിൻ വിഷയം. ലൂട്ടൊന്നും കിട്ടിയായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ലോങ് റേഞ്ച് ഇല്ല. മാക് 10 മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യത്തുള്ളൂ. MP5 എനിക്കിപ്പോൾ വലിയ വശമില്ല. ഡാമേജ് കുറവാണ് ഗൈസ്. MP5 ഒന്നും ഇപ്പോൾ ലെവൽ 3 ചിപ്പാക്കിയില്ല. ഭയങ്കര പാടാണ് അടിച്ചു പോലെ. അതിൻ്റെ സെൻസിറ്റിവിറ്റിയുടെ ആണോന്ന് അറിയത്തില്ല. എനിക്കിപ്പോൾ കൊണ്ട് വഴങ്ങുന്നില്ല. ഞാനിപ്പം മാക്സിമം എടുത്ത് കളിക്കുന്ന SKS അവയ്ക്കും AZ-80 വുഡ്പക്കർ, പിന്നെ അതാ M10 മാഗ്, അങ്ങനത്തെയൊക്കെ കണ്ണേ കളിക്കാറുള്ളൂ. ഒന്നും കിട്ടിയില്ലെങ്കിൽ മാക് 10 ഒക്കെ എടുക്കത്തുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ മാക് 10 ഒന്നും. പിന്നെ MP40 കുഴപ്പമില്ല. MP40 കയ്യിലിരുന്നോട്ടെ. അതുകൊണ്ട് ഗൈസ് നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരുത്തൻ അങ്ങനെ പോകും. അവനെ വെറുതെ വിടണോ? അവൻ നൈസായിട്ട് കവറെടുത്ത് നമ്മളൊന്ന് വലിഞ്ഞ് നോക്കാം. താഴെ ഒരു എനിമി, താഴെ ഗൈസ് എൻ്റെ എനിമി. അവൻ ഹെഡ് ഷോട്ട് തന്നെ. ഈ ഹെഡ് ഷോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. ഈ ഹെഡ് ഷോട്ട് ഇഷ്ടപ്പെട്ടാൽ അവനെ നമുക്ക് ചുമ്മാ വേണ്ട, നമുക്ക് അവനെ കീറിത്തേക്കാം. പെട്ടിയിലാക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അവിടുന്ന് ലൂട്ടൊക്കെ എടുത്ത് സൂപ്പർമാർക്കറ്റൊക്കെ ഉണ്ട് കൊച്ചി കേരളം. ലൂട്ടൊക്കെ എടുത്ത് സെറ്റാക്കി വന്നതാണ്. എന്തായാലും ഞാൻ ഈ 100 ബുള്ളറ്റ് കണ്ണ് കൊടുത്തിട്ടുണ്ട്. ഇത് കുത്തിപ്പിടിക്കാൻ നൈസാണ്. അറിയാവുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കും. എനിക്കിത് കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് എന്തായാലും സോണിൽ നിന്ന് കയറണം ഗൈസ്. സോണ് നല്ല സമയമാകുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ പാളി ഗൈസ്. സോണ് നല്ല HP കുറയുന്നുണ്ട്. താഴെ ഒരു വണ്ടി കിടപ്പുണ്ട്. വണ്ടിയിൽ കയറി എസ്കേപ്പ് അടിക്കാന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് അത് ടോപ്പ് 10 ആയിട്ടുണ്ട്. ടോപ്പ് 10 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗൺ അവയ്ക്കാൻ പറ്റി. എന്തായാലും MP40 അവയ്ക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. MP40 വെക്കണമെന്ന് വിചാരിച്ച് എടുത്തതല്ല. മാഗ് വല്ലതും കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ എന്തായാലും അവയ്ക്ക് ചെയ്ത് പോയി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് കറങ്ങി വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു ഫൈറ്റ് നടക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ മോർ സോണാക്കിയപ്പോൾ തന്നെ അപ്പുറത്തൊരുത്തൻ്റെ മോർ സോണായ പോലെ തോന്നി. എനിക്ക് തോന്നുന്ന എനിമി ആയിരിക്കും. എന്തായാലും ഞാൻ ഈ വീട്ടിലോട്ട് നിൽക്കുക. ഇവിടെ ആരെയും കാണുന്നില്ല. പക്ഷേ ഇവിടുന്ന് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ആ ഗ്ലൂവാളിൻ്റെ പുറകിൽ ഒരുത്തൻ ഇരിക്കുന്നതായിട്ട്. അവനെ എങ്ങനെയും പെട്ടിയിലാക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് 7 കില്ലാവും. അടിപൊളിയായിട്ടുള്ള ഗെയിം ഉണ്ടാവും. അവനെ അടിച്ച് ചൂപ്പാനാക്കി വിട്ടിട്ടുണ്ട്. അവൻ നമ്മൾക്കും കുറേ ഡാമേജ് തന്നിട്ടുണ്ട് കൊച്ചിക്കള്ളൻ. പക്ഷെ കാര്യമില്ല, നമ്മളെടുക്കും. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ച് കവർ ചെയ്ത് ഇനി ഒരു ടോപ്പ് 5 വരെയൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പ്ലസ് കിട്ടും. നമുക്ക് കറങ്ങി നോക്കി കഴിഞ്ഞാൽ 13.3 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം പ്ലസ് അടിക്കും. അവിടെ നിന്ന് മോർസൊക്കെ ഇട്ട് നമുക്ക് ഓണായിട്ട് എൽ ഷേപ്പിൻ്റെ സൈഡിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ലൂട്ട് ബോക്സൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി മേളിൽ എനിമി ഉണ്ടെന്ന്. ഒരുത്തൻ വന്ന് ഇറങ്ങുകയും ചെയ്തു. കറക്റ്റ് ഞാൻ അവിടെ വന്ന് പോപ്പായിട്ട് ലാൻഡ് മൈൻ ഇട്ടു. അതിലൊരു കാര്യമില്ല, ചുമ്മാതാ. ഈ ഡ്രാഗൺ ഫേസൊക്കെ ഒന്ന് വലിച്ചു വാരി കയറുന്നുണ്ട്. എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഒരു കില്ലാണ്. ഡോണ്ട് മിസ് ദി കിൽ. എല്ലായിടത്തും ഒരു കില്ലേലും എടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ എന്തായാലും ഒരു 2-3 കിലോണൊക്കെ സെറ്റാക്കാൻ പറ്റുമോ നോക്കാം. ഇനി മാപ്പിൽ ഇനി 5 പേരേ ഉള്ളൂ. ഞാനില്ലാതെ 4 പേരും കൂടെ. മാക്സിമം കില്ല് കിട്ടുമോ നോക്കാം. എന്തായാലും താഴെ കുറച്ച് മോർസ് കൂട്ടി ഓടി കളിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് നമുക്ക് കിട്ടുമോ ഇല്ലയോ നോക്കാം. നേടൊക്കെ മാറി കയറിയുന്നുണ്ട്. ഒരു കാര്യമില്ല. നോണായിട്ട് നൈസായിട്ട് മാറിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു കോട വന്നില്ലേ ഗൈസ്, അത് ഇവിടുന്ന് ഇപ്പോൾ 2 പേരുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതേണ്ട ഒരുത്തൻ പാത്തിരിക്കുന്നു. അവനും കുറച്ച് കൊടുത്തു. പക്ഷേ MP40 എനിക്ക് അങ്ങോട്ട് വഴക്കമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് കയറിയില്ല. അവൻ രക്ഷപ്പെട്ടു പോയി.
അപ്പോൾ ഇവൻ നമുക്കൊരു ബാധ്യതയാവോ ഗൈസ്? നമുക്ക് അവനെ ഒന്ന് അടിച്ച് കൊല്ലാൻ പറ്റുമോ നോക്കാം. നേട് വല്ലതും ഉണ്ടായിരുന്നു ഇപ്പോൾ വാരി പറക്കി എറിഞ്ഞാൽ നമ്മൾ പെട്ടിരിക്കുകയാണ്. കാര്യമില്ല, അവൻ അതിനകത്ത് നിൽക്കണം. അവൻ്റെ സ്പൈഡറും ഉണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര സീനാണ്. അവൻ വെളിയിൽ ഇറങ്ങിയാലൊന്നും വല്ല ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ഫൈറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ടൊന്ന് വലിഞ്ഞിരിക്കുവാണ്. കാരണം നമുക്ക് കുറച്ചുകൂടെ നേരം കൂടെ നിന്നാലേ അത്യാവശ്യം പ്രശ്നം കിട്ടും. മാക്സിമം ബൂയാണ് ഞാൻ നോക്കുന്നത്. ബൂയ കിട്ടിയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ അത്യാവശ്യം പ്ലസ് കിട്ടും നമുക്ക് എന്തായാലും. നമ്മളെന്തായാലും മാസ്റ്റർ പുഷിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു മാച്ച് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഹീറോയ്ക്ക് 4 സ്റ്റാറും കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറൻ്റ് 5 സ്റ്റാർ എത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും മാക്സിമം ലൈക്ക് ചെയ്യുക, പവറാക്കുക. ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ചലഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. എന്തായാലും സോണിക് കിടന്ന് പെട്ടിയായി ഗായ്സ്. ബൂയ കിട്ടിയില്ല, എന്നാലും